മൂക്കിപ്പൊടി വരെ ഇപ്പൊ മായവാ. ഒന്ന് തുമ്മണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടെ വലിക്കണം. ഹലോ, എന്തായാലും പഴയ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരുള്ളൂ. ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം. പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ. ഒരു സെക്കൻഡ്. അതെ, ലോക ബാങ്കിന്റെ MD-യുമായി ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വെള്ളിയിടിഞ്ഞൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്. വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്ന് സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ. ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിൽ ഇനി 11 രൂപ 80 പൈസ മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ലോക ബാങ്കിന് വില പറയും. നേര് പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില്ലുള്ളടാ. അച്ഛന്റെ അന്ത്യശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട്. ഈ കോള് കുഴപ്പമാണ് അച്ഛാ. നിൽക്കുന്നവൻ വീണ്ടും അച്ഛൻ വിളിക്കും. ശൂലം കുത്തി. ഹലോ, ഗോപി സാറാ. സോറി, ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല. ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായതുകൊണ്ട് ഭയങ്കര റേഞ്ചാ. ചെവിട് പൊട്ടിപ്പോണ്. ആട്ടെ, നിങ്ങൾ ഇപ്പൊ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഇവനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ? എന്റെ അമ്മേ, ആരാത്? ഡീഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസാ. തേടി പിടിച്ച് ലോൺ കൊടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യെ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറിച്ചു വെക്കൂടാ പട്ടി. അതിന് കൈ കിട്ടിയിട്ട് വേണ്ടടാ. കിട്ടുമെന്ന് നോക്കണ. ഏത് കൈലാസ്യമേ ഒളിച്ചാലും നിങ്ങൾ പിടിക്കൂടാ ഗോപി. മര്യാദക്ക് കാശ് തന്നിട്ട് പോടാ. അമ്മേ ഭഗവതി, ഓ കലികാലം. ശിവൻ അമ്പലത്തിൽ ഇറങ്ങി. ഒഴിച്ചപ്പാടും അവരെ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ടാ. നിക്കടാ, ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെയെങ്കിലും വിളിക്കാം. നല്ലൊരു പൊത്ത് കിട്ടി. അച്ഛന് അന്ത്യശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതെന്താ തട്ടുകടയാണോ? മുട്ടയിരിക്കുന്നത്. ആരാ ചൂച്ചൂന്ന് മുന്നെ വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനലാ? ശരി, ശിവനെ 3 നേരമുണ്ടല്ലോ. മുതലും പലിശയും വേണം. മുതലായിട്ട് ക്യാമറ പോരെ. മുതലാളി എന്തിനാ ജപ്തി ചെയ്തത്? കാല് പിടിച്ചോണ്ടാ ഈ പന്നിയുടെ മകനെ അവധിയോടെ കൊടുത്തത്. അയ്യോ സാർമാരെ, ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ഇനി ഒരു ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാലും ഞങ്ങൾ അടച്ചോളാം. കൊടുക്കാനാണ് വിശ്വാസം ഇല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് പണ്ടിട ചാവി കൊടുക്കല്ലേ. കൃത്യം ഫെബ്രുവരി 31. ഓക്കെ, നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പലിശീലത്തിൽ കുടിശ്ശിക 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? വാക്കല്ലേ? നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യന്റെ ശൂലം. എന്റെ ഈശ്വരന്മാരെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു 50,000 രൂപ കടം കൊടുക്കുന്നത്. പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും, ഉറപ്പാ. എന്താ സംഗതി ഏറ്റവും താമസിയാതെ ഒരു പുറംവിളി കേൾക്കാം. വാ പിങ്കി, പിങ്കി മൈൻഡ് ചെയ്യണ്ട മോളെ. പിങ്കി മോളെ, ദേ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക്. എന്താ ഇത്? ഒരു ചെക്ക. ചെക്കോ? എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തൊട്ടതിനെല്ലാം കുറ്റ. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നീ ആര്? കേന്ദ്ര ധനമന്ത്രി? പോടാ പോടാ. മോളി ചെക്ക് പിടിച്ചേ. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ. മോളിതൊന്ന് പിടിച്ചേ. ഓക്കെ, ഞാൻ വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാന്ന് മുത്തശ്ശൻ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതെ, അതാണ് അതിനൊരു ശരി. വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ. ഒരു സത്യത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ദേ എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, ഇത് പിടിച്ചേ. അപ്പൊ അത് കഴിഞ്ഞു. പ്രഷറിനുള്ളൊരു ഗുളിക മേശമേലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെനിക്ക് പ്രഷർ നോർമലാണല്ലോ. അല്ല, ചിലപ്പോ അബ്നോർമൽ ആയാലോ. അതെ, ഈ മനുഷ്യന്റെ കാര്യല്ലേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ. 2 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി. ദേ മോളെ, ഈ മുത്തച്ഛ ഫുൾ ഹെൽത്തിയാ. ദേ കണ്ടില്ലേ? പദം ഉറച്ചു നാം പാടി പോവുക. ഭാരതം കണത്തിലേക്ക് കേരള പടുക്കുക. Why are you so late? Sorry yaar,
ഓക്കെ യെസ് മാഡം. അല്ല നിന്റെ വീട്ടിലെ കാലാവസ്ഥ ഇപ്പൊ എങ്ങനെ? ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഹലോ ഡാ, എനി ഹോട്ട് ന്യൂസ്? മുത്തശ്ശന് പ്രഷർ കൂടി. ഇപ്പൊ ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുക. അയ്യോ പാവം. ഭക്ഷണം ഞാൻ വരുന്ന വഴി കഴിച്ചോളാം. പിന്നെ പുറകുവശത്തെ വാതിലിന് കുറ്റിയിടണ്ട. എനിക്കറിയാം ഇന്ന് നീ ഈ കുറുക്കോഴിയിലൂടെ എഴുന്നള്ളൂന്ന്. തെരുവില് മോണോ ആക്ട്, വീട്ടില് മിമിക്രി. എന്താ നിന്റെ ഉദ്ദേശം? പോയി ഇവിടെ. കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ? അയ്യോ മുത്തശ്ശൻ എന്ത് പറ്റി? മാഡം വന്നു, സാർ എന്തോ ചോദിച്ചു, മാഡം എന്തോ പറഞ്ഞു, പിന്നെ പടക്കോന്നൊരു വീഴ്ചയായിരുന്നു. അയ്യോ പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ? ആട്ടെ, ആ കാശ് എവിടെ? കാശ് ചെലവായി പോയി. നേരെ ചൊവ്വേ കാശ് ചോദിച്ചാ അമ്മ തരുവോ? മുത്തശ്ശൻ തരുവോ? അത് നേരാ, ഒരിക്കലും തരൂല. അല്ല, ഞാൻ ചുമ്മാ ഒരു നേരം പോക്ക് കാണിച്ചു എന്ന് കരുതി അപ്പൊ തന്നെ ആ ക്യാഷ് ചെക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ട വേണ്ടാന്ന് ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശന് ഒരേ നിർബന്ധം. അങ്ങനെ പറഞ്ഞോ സാറേ? ആ പിന്നല്ലാതെ. ശരിക്കുള്ള കാര്യം കോട്ടയോ? എന്താ അത്? അല്ല, കോട്ടുവായിട്ട് ഇത് അകത്ത് പോകുന്നു പറയായിരുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തശ്ശൻ അതെനിക്ക് തന്നത്. അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ. അവൾ പറഞ്ഞത് നേരാണോ? ഓ, അപ്പൊ മുത്തശ്ശൻ തന്നെയാ കുഴപ്പക്കാരൻ. ഈ ഒരു പ്രശ്നത്തിൽ വാവച്ചിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും. മനുഷ്യനെ മെനക്കെടുത്താൻ സ്വയം അങ്ങോട്ട് അനുഭവിച്ചോ. പൂജ ദാ വരുന്നമ്മേ. പോയി കിടന്നുറങ്ങടാ പന്നി. സോറി മുത്തശ്ശ. ഓടി കള്ളി. ഹായ്, ഇതാര് പിങ്കി മോളോ? എന്താ പശുക്കിടാവിനെ പോലെ തനിച്ച് നിന്നായി കിടക്കുന്നത്? ചുമ്മാ. നോ, ഐ ഹാവ് ടു അഡ്വൈസ് യു. തന്റെ കോമാളി ഷോ ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് വെരി ബോറിംഗ്, ഗുഡ് ഫോർ നത്തിങ്. കോളനിയിലെ ലോക്കൽസിനൊപ്പം കൂടി ഒരു ബഫൂൺ കളി. ദാറ്റ് ഇസ് നോട്ട് പിങ്കി ഷോ, ഇറ്റ്സ് മങ്കി ഷോ. പ്ലീസ് അങ്കിൾ, ഞാനിപ്പോ നല്ല മൂഡിലല്ല, വിട്ടേക്ക്. No, 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 you have to listen to me. You know, we will lose our culture and dignity if you move with these sort of low-class people. It will not affect you, but it will affect the goodwill of Rajalakshmi. You know, you should follow the European culture. പോടാ പട്ടി. What? പോടാ യൂറോപ്യൻ പട്ടി. സബ്ജി ഫിഷ് കട്ടേ. हाँ जी, हाँ जी, हाँ जी. Thank you very much, ladies and gentlemen. എന്റെ ഈശ്വര, അപ്പൊ വിഐപികൾക്കിടയിലുണ്ട് കുറുക്കന്മാർ. എന്താ പറ്റി? പെട്ടെന്ന് തിരിച്ചല്ലോ. ഫംഗ്ഷൻ കൊളായി. ഏതോ തല തിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ? ഹമ്പടി കേമി, അത് നീയായിരുന്നു. സത്യം പറയാലോ, ലൈറ്റ് പോയത് കൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപ ടപാന്ന് 4 എണ്ണം അടിച്ചു. അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞു ഒന്ന് കൂവാൻ പറ്റി. ഇങ്ങനെ വായ തുറന്നൊന്ന് കൂവിയിട്ട് കാലം എത്രയായിന്നറിയോ? പക്ഷെ കുടിച്ചതൊക്കെ ഇറങ്ങി. സ്മാളുണ്ടാ മോളുണ്ടോന്ന് ചോദിക്കായിരുന്നു. അത്താഴ പട്ടിണി കിടക്കരുതല്ലോ. ഞാൻ റെഡി. ഇപ്പൊ വടിയായാലേ. വരുന്നുണ്ട്. റെഡി? പങ്ക വേഗം ചെല്ല്. അതെ, ഒന്ന് നിലവിളിച്ചാ മതി. അവനെ വിരട്ടണ കാര്യം ഞാൻ ഏറ്റു. സൂക്ഷിക്കണം, ഇടകണ്ണി വട്ടം ചാടി മട്ടൻ ചാപ്സാകും. അത് ഞാൻ നോക്കിക്കൊള്ളാം. പോയി. കണ്ണാണ്ടൂടെ? നിത്യവിശുദ്ധ തിരിച്ചു വന്നിട്ട് ഇന്നത്തെ രാമൻ തന്നെ. പങ്ക റെഡി. ക്യാമറ. ഇവനെന്താ സർക്കസുകാരൻ?
ചെറുക്കനെ നിർത്ത്. എടാ രാഹുൽ, നീ വേഗം പൗലോസിനെ പോലീസിൽ വിളിക്ക്. എടാ നീ വണ്ടി എടുക്ക്. വണ്ടിയുടെ വണ്ടി നിർത്തടാ, നിർത്ത്. ആരാ താൻ? എന്താ തന്റെ ഉദ്ദേശം? നീയോ? അതെ, നിന്റെ ആജന്മ ശത്രു. ഇഡിയറ്റ്. എന്റെ പ്രോഗ്രാം കൊളവാക്കാൻ നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിന്നെ കെട്ടാൻ? ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. സർ, പട്ടപ്പകൽ ഇയാളെന്നെ കിഡ്നാപ്പ് ചെയ്തു. എന്നാ ഇപ്പൊ തന്നെ കസ്റ്റഡിയിൽ വെക്കാം. ഇതിലൊന്ന് ഒപ്പിട്ടെ. താങ്ക്സ്. മോൾക്ക് കൊടുക്കാനാ? മോള് പിങ്കിയുടെ വലിയ ഫാനാ. അയ്യോ, അപ്പന്റെ പരാതി. എന്തിനാ കൊച്ചെ ഞങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ സത്യ. അതെയാ? എവിടെയാ ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്? അവനെ വിടരുത്, അവൻ ഭീകരവാദിയാ. സാറേ, ആ വണ്ടിയിലെ ക്യാമറ. എന്നാ വിട്ടോ. അളിയാ, നോക്ക്. വാടാ, അവന്റെ വിശ്വരൂപം ഇന്ന് അവൻ കാണും. എന്ത് തോന്നിയാത്തോടെ കാണിച്ചേ? ഇയാൾക്ക് എന്താ വേണ്ടേ? തല്ല് കൊണ്ട പാരമ്പര്യം എനിക്കുള്ളു, അത് താനായിട്ട് തിരുത്തരുത്. പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ. എന്താ വരല് സൂക്ഷിക്കണ്ടേ? ലുക്ക്, ക്യാമറ ഇസ് ദേർ. വേറൊരു ക്യാമറ. ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞങ്ങൾ തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധാ. സാറ് നേവിയുടെ എയർഫോഴ്സിലെ മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല. സോറി, ഇങ്ങനൊരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അല്ലാടി കന്യാസ്ത്രീ, ഇവള് ചില്ലറക്കാരി അല്ല കേട്ടോ. അത് ഞങ്ങൾക്കും അറിയാം. കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണിതവളാ. ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. നല്ല കോമ്പിനേഷൻ. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. സമ്മതിക്കണം. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ, എങ്ങനെയുണ്ട്? നോക്കട്ടെ, നല്ല ചേർച്ച. മുൻകൂട്ടി ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡാക്കായിരുന്നു. നേരെ ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ലോ. ഇവിടെ മാത്രമേ ലൈറ്റ് പോയുള്ളൂ. ഒരു നിഴലി ഞാൻ കണ്ടു. ഓ, എന്റെ ബുദ്ധുസേ, അത് പൂജ അകത്ത് പോയതാ. അല്ല, ഇതൊരു ആൺനിഴല. ഞാൻ കണ്ടതാ. അമ്മേ, ജാദു സ്പേസിൽ നിന്നും വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവാ മോളെ. എന്താടാ? ജാദു എന്റെ റൂമിലുണ്ട്. എടി മണ്ടി, അത് സിനിമ കണ്ടിട്ട് നിനക്ക് തോന്നിയതാ? ഞാൻ കണ്ടതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? പറ്റിയൊരു മണ്ടനും. ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിർത്തി കാത്ത ഒരു ധീര ജവാൻ താമസിക്കുന്ന വീടായത്. നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇത് എവിടേക്കാ? കടക്ക്. എന്താ? ചെറിയൊരു ഉൾഭയം. ഈ പട്ടാളക്കാരന്റെ മാനം നീ കാക്കണം. ഒന്ന് പിടിച്ചു നിൽക്കാൻ 2 കോട്ട കിട്ടിയേ പറ്റും. മുത്തശ്ശ, എന്റെ കൈ വിട്. ഇല്ല, കൈ വിട്ടാ ഞാൻ പേടിക്കും. വിട്, ബാറിന്റെ താക്കോൽ എടുക്കട്ടെ. വേഗം വരുമോ? ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ? താങ്ക്സ്. യു ആർ വെൽക്കം. ആരാ? ഞാൻ ജാദു, സ്പേസിലെ ബാർമാനാ. സ്പൈസി ആയിട്ട് തൊട്ട് നോക്കാൻ നീ ഇത്തിരി അച്ചാറെടുക്കട്ടെ. കുട്ടി പിശാചിനെ ഞാനും കണ്ടു. അത് ടിവിന്ന് പുറത്ത് ചാടിയതാ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ. നിങ്ങൾക്കൊരു ധൈര്യത്തിന്. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. ഒടുവിൽ ഇത് എന്റെ തലയിലാവും. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ ടിവി പുറത്ത് ചാടി. അതിനെ കണ്ട ഇതുപോലെ ഇരിക്കോ? അയ്യോ.
നിന്റെ കുസൃതത്തരത്തിന് ഒരു കുറവുമില്ല നീ തെമ്മാടി. ഇവിടെ ജോയിൻ ചെയ്യാൻ എത്തിയെന്നും ചിലരെയൊക്കെ കിരീടണിയിച്ച് കൊരങ്ങാക്കിന്നൊക്കെ കരക്കാര് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ചിട്ട് കുറെ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാലെന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മ വരുന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. അതല്ലേ പറയാൻ വന്നത്. ഫോണേ. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ആന്റി ഫോൺ. ഓ, മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. അയ്യോ, ആരെ താഴെ പോയി. എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1 2 3 4 5 6 6 കസേര ഇവിടെ ഇരിക്കുന്നു. അപ്പൊ എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇരിക്കും. ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീഴില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. കുറേശ്ശുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമമാവും. ഒഴിക്കട്ടെ. അശോ, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പഴാ രസം ശരിക്കും രസമായത്. സർ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമേള. ഒരിക്കലും അല്ല. അത് ഞാനിവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്ക് എന്താ ആഘോഷം? വേണ്ട. അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ചൻ.